ഹലോ ഫ്രണ്ട്സ്, ഐഫോൺ യൂസേഴ്സിൻ്റെ ഇടയിൽ വലിയ ഹിറ്റായിരുന്ന ഫോട്ടോ എഡിറ്റിംഗ് ആപ്പായ ഫേസ് ആപ്പിൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഈ ആപ്പിനെ കുറിച്ചാണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ആപ്പ് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമുണ്ട്. സോ വൈഫൈയോ പാക്കറ്റ് ഡാറ്റയോ എനേബിൾ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം മുകളിൽ ഇടതുഭാഗത്തായി കാണുന്ന സെറ്റിംഗ്സ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് റിമൂവ് വാട്ടർമാർക്സ് എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ഫോട്ടോസിന് താഴെ വലതുഭാഗത്തായി ഫേസ് ആപ്പ് എന്ന വാട്ടർമാർക്ക് ഉണ്ടാവും. ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫേസ് ആപ്പിനകത്ത് ഡയറക്റ്റ് ഒരു സെൽഫി എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഓൾറെഡി ഉള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് അതും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ എൻ്റെ ഫോണിലുള്ള ദുൽഖറിൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം ഇത് സെർവറിലേക്ക് അപ്ലോഡ് ആവും. ഓക്കെ, നമുക്കിപ്പോൾ ഫോട്ടോന് താഴെ കുറച്ച് ഓപ്ഷൻസ് കാണാം. അവിടെ നിങ്ങൾക്ക് ഫോട്ടോ ഏത് രൂപത്തിലാണോ കാണേണ്ടത് ആ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യും. ഞാനിതിൽ സ്മൈൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. സോ ഇപ്പോൾ ദുൽഖറിൻ്റെ ഫോട്ടോ ചിരിക്കുന്നൊരു ഫോട്ടോ ആയി. നേരത്തെ ഇത് നോർമലി ചിരിക്കാണ്ടിരിക്കുന്നൊരു ഫോട്ടോ ആയിരുന്നു. സ്മൈൽ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷമാണ് അത് ചിരിക്കുന്ന ഫോട്ടോ ആയി. ഞാനിപ്പോൾ അതിൽ നിന്ന് ഓൾഡ് സെലക്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് ദുൽഖർ സൽമാൻ വയസ്സായാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ആ ഫോട്ടോയിൽ കാണുന്നത്. നെക്സ്റ്റ് ഞാൻ ഫീമെയിൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാണ്. ഒരു വാർണിംഗ് പ്രോംപ്റ്റ് വന്നു. ദിസ് ഫിൽറ്റർ ഈസ് കറൻ്റ്ലി അവൈലബിൾ ഇൻ കലാജ് മോഡ് ഓൺലി എന്നാണ്. സോ ഞാൻ മേക്ക് കലാജ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഈ സ്ക്രീനിൽ നമുക്കൊരു ഫോട്ടോ കൊളാജ് കാണാം. അതിൽ ആദ്യത്തേത് നമ്മൾ അപ്ലോഡ് ചെയ്ത ഒറിജിനൽ ഫോട്ടോ ആണ്. 2ലും 3ലും ഞാൻ നേരത്തെ ചെയ്ത പോലെ സ്മൈലും ഓൾഡും സെലക്ട് ചെയ്തു. ഫൈനലി ഞാൻ ഫീമെയിൽ സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് ദുൽഖർ പെണ്ണായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഫോട്ടോയിൽ കാണുന്നത്. എഡിറ്റിംഗ് കംപ്ലീറ്റ് ആയ ശേഷം ഒന്നുകിൽ നിങ്ങൾക്ക് ഫോട്ടോ ഡയറക്റ്റായി ഷെയർ ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടി വലതുഭാഗത്ത് കാണുന്ന ഡൗൺലോഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സുമായും ഫാമിലിയായും ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വേറെയും വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ഈ ചാനൽ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ വീഡിയോന് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. എന്നാൽ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്